വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. കർണാടകയിൽ എങ്ങനെയാണോ DK ശിവകുമാർ JDSൽ നിന്നും അംഗങ്ങളെ കോൺഗ്രസിലേക്ക് എത്തിക്കുന്നത്, അതേ രീതിയിലുള്ള സ്ട്രാറ്റജി ആന്ധ്രയിലും തെലങ്കാനയിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധരായി നിൽക്കുകയാണ്. അതായത് ഏറ്റവും എഫക്റ്റീവായി നോക്കിയാൽ അത് തെലങ്കാനയിൽ തന്നെയാണ് നടക്കുന്നത്. രേവന്ത് റെഡ്ഡിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ഓപ്പറേഷൻ ഹണ്ട് തന്നെ എന്ന് പറയാവുന്ന രീതിയിൽ അവിടെ നേരത്തെ ചന്ദ്രശേഖർ റാവുവിന്റെ പാർട്ടിയായിരുന്ന BRSൽ ശക്തമായി പ്രവർത്തിച്ചിരുന്ന നേതാക്കളെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി BRSന് അവിടെ ഭാവിയില്ല. BJP ആ സ്പേസ് ഏറെക്കുറെ ഓക്കുപൈ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. കോൺഗ്രസ് വേഴ്സസ് BJP എന്ന നേർക്കുനേർ പോരാട്ടത്തിലേക്ക് തെലങ്കാനയും സാക്ഷ്യം വഹിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. തെലങ്കാനയുടെ രാഷ്ട്രീയ സാഹചര്യം മാറിത്തിരിഞ്ഞു വരികയാണ്. കോൺഗ്രസ് നേതൃത്വത്തിന് വെല്ലുവിളി ഉയർത്താൻ BJPക്ക് പല മേഖലയിലും കഴിയുന്നുണ്ട് എന്നുള്ളത് മറച്ചുവെക്കുന്നില്ല. എന്നാൽ കോൺഗ്രസ് ആ വെല്ലുവിളിയെ അതിജീവിക്കുന്നത് BRSന്റെ കൂടി വോട്ട് ഷെയർ നേടിയെടുത്തുകൊണ്ടായിരിക്കും. BRSന്റെ രാഷ്ട്രീയ കാപട്യം തുറന്നു കാണിക്കുന്നതിൽ ഏറ്റവും അധികം വിജയിച്ച നേതാവാണ് രേവന്ത് റെഡ്ഡി, ചന്ദ്രശേഖർ റാവുവിന്റെ അന്തകനായി മാറിയ വ്യക്തി. ആന്ധ്രാപ്രദേശിന്റെ വിഭജനത്തിന് ശേഷം അദ്ദേഹം കൊടുത്ത വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിക്കപ്പെടാത്തതിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം നടത്തി അവിടെ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിച്ച വ്യക്തിയുടെ പേരാണ് രേവന്ത് റെഡ്ഡി. അദ്ദേഹം ചന്ദ്രശേഖർ റാവുവിന്റെ നിരവധിയായ അഴിമതി കഥകൾ പുറംലോകത്തേക്ക് തെളിവ് സഹിതം തുറന്നുവിട്ടു. BRSന് BJPയുമായി രഹസ്യ ഡീൽ ഉണ്ട് എന്നുമാണ് ചന്ദ്രശേഖർ റാവുവിന്റെ ഇപ്പോഴത്തെ പ്രകടനം കണ്ടാൽ മനസ്സിലാക്കുന്നത് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് രേവന്ത് റെഡ്ഡി. തന്റെ രാഷ്ട്രീയ ഗുരുവായിരുന്ന ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡുവിനോട് ഇപ്പോൾ ഒരു സെന്റിമെന്റ്സുമില്ല. താൻ ശത്രുപാളയത്തിലാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് പെരുമാറ്റം. എന്നാൽ തെലങ്കാനയുടെ ഭാവി രാഷ്ട്രീയത്തെ ഒരു രീതിയിലും ഭയപ്പെടേണ്ട കാര്യമില്ല. ഏറ്റവും നല്ല നേതാവിന്റെ കയ്യിലാണ് തെലങ്കാനയുടെ രാഷ്ട്രീയ ഭാവി കിട്ടിയിരിക്കുന്നത് എന്ന് നായിഡു പല വേദികളിലും തുറന്നു പറയുന്നത് BJPക്ക് അത്ര രസിക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ചും നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം BJP നേതൃത്വത്തെ സംതൃപ്തിപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവും ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതാണ്. നായിഡുവിന്റെ രീതികളും സ്വഭാവവും നന്നായി അറിയുന്ന ആളാണ് നരേന്ദ്രമോദി. 2014 തന്നെ പിന്തുണച്ച നായിഡു ഇടക്കാലത്ത് വെച്ച് തന്നെ തള്ളിപ്പറഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നരേന്ദ്രമോദി മറന്നിട്ടില്ല. നായിഡു ഇപ്പോൾ BJPയെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്നതിന് ഒരേ ഒരു കാരണമേയുള്ളൂ. അമരാവതിയുടെ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് നായിഡുവിനെ ജഗൻമോഹൻ കുടുക്കിയപ്പോൾ BJPയും പവൻ കല്യാണും ചേർന്നൊരുക്കിയ വലിയ രീതിയിലുള്ള സംരക്ഷണമുണ്ട്. അതിൻ്റെ നന്ദി കാണിക്കൽ മാത്രമാണ്. പക്ഷേ നായിഡു അധികാരത്തിലുള്ളത് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും കുടുങ്ങിയേക്കാം.